എന്തുകൊണ്ടാണ് ചിലർ അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാതെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടുന്നത്? വിജയത്തിൻ്റെ യഥാർത്ഥ രഹസ്യം ശബ്ദമുണ്ടാക്കുന്നതിലല്ല, നിശബ്ദമായി മുന്നേറുന്നതിലാണ്. മാസ്റ്റർ ദ ആർട്ട് ഓഫ് സൈലന്റ് സക്സസ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത്, ലക്ഷ്യങ്ങൾ എല്ലാവരോടും പറയേണ്ടതില്ല. നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അനാവശ്യമായ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരും. ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കും. അതിനാൽ സംസാരിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുക എന്നതാണ് ആദ്യ പാഠം. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിശബ്ദത. ഇത് ഒരു ശക്തിയാണ്. എല്ലാവർക്കും സ്വന്തം ജീവിതം തെളിയിക്കേണ്ട ബാധ്യത നമുക്കില്ല. നിങ്ങളുടെ വളർച്ചയും പ്രയത്നവും എല്ലാവർക്കും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം യഥാർത്ഥ മാറ്റങ്ങൾ ശബ്ദമില്ലാതെ സംഭവിക്കുന്നവയാണ്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ ഘടകം, സ്ഥിരത. സ്ഥിരതയാണ് വിജയത്തിൻ്റെ അടിത്തറ. ഒറ്റ ദിവസത്തെ ആവേശമല്ല, ദിവസേന ചെയ്യുന്ന ചെറിയ ചെറിയ ശ്രമങ്ങളാണ് വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുന്നത്. വിജയിച്ച ആളുകൾ സാധാരണ കാര്യങ്ങൾ അസാധാരണമായ സ്ഥിരതയോടെ ചെയ്യുന്നവരാണ്. ഇനി താരതമ്യം ഒഴിവാക്കുക. ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ വിജയവുമായി സ്വയം താരതമ്യം ചെയ്യുന്നതിനു പകരം ഇന്നലത്തെ നിങ്ങൾ ഇന്ന് മികച്ച ആളാകാൻ പരിശ്രമിക്കുക. നിങ്ങൾ എത്ര കഠിനമായി പരിശ്രമിക്കുന്നുവെന്ന് ലോകത്തോട് പറയേണ്ടതില്ല. ഒരു ദിവസം നിങ്ങളുടെ നേട്ടങ്ങൾ തന്നെയാകും നിങ്ങളുടെ കഥ പറയുക. വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് സക്സസ് മേക്ക് ദ നോയ്സ്. നിശബ്ദമായി പഠിക്കുക, നിശബ്ദമായി വളരുക, നിശബ്ദമായി പരിശ്രമിക്കുക. കാരണം യഥാർത്ഥ വിജയം പ്രഖ്യാപനങ്ങളിലൂടെയല്ല, ഫലങ്ങളിലൂടെയാണ് ലോകം തിരിച്ചറിയുന്നത്. ഒരു ശില്പി ഒരു ശിലയെ കൊത്തിയെടുക്കുമ്പോൾ ആരും അത് ശ്രദ്ധിക്കില്ല. അവൻ്റെ കൈകളിൽ മുറിവുകൾ ഉണ്ടാകും, വിയർപ്പുണ്ടാകും, സംശയങ്ങളുണ്ടാകും. പക്ഷേ അവൻ നിർത്തുന്നില്ല. കാരണം അവൻ അറിയാം, ഓരോ ചെറിയ അടിയും ആ ശിലയിൽ ഒളിഞ്ഞിരിക്കുന്ന അതുല്യമായ സൃഷ്ടിയെ പുറത്തു കൊണ്ടുവരുമെന്ന്. ജീവിതവും അതുപോലെയാണ്. വിജയം എന്നത് ഒരു ദിവസം ലഭിക്കുന്ന അംഗീകാരമല്ല, അത് ആരും കാണാത്ത ദിവസങ്ങളിലെ നിങ്ങളുടെ അച്ചടക്കമാണ്. മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിശ്രമമാണ്. കൈവിടാനുള്ള 100 കാരണങ്ങൾക്കിടയിലും മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം കണ്ടെത്തുന്നതാണ്. എല്ലാവർക്കും നിങ്ങളുടെ യാത്ര മനസ്സിലാകണമെന്നില്ല. ചിലർ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതായി കാണും, ചിലർ നിങ്ങളുടെ കഴിവുകളെ സംശയിക്കും. എന്നാൽ നിങ്ങളുടെ ദൗത്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. നിങ്ങളുടെ ദൗത്യം എന്നത് വളരുക എന്നതാണ്. ഒരു വിത്ത് ഒരിക്കലും ലോകത്തോട് പ്രഖ്യാപിക്കാറില്ല, ഞാൻ ഒരു വലിയ വൃക്ഷമാകാൻ പോവുകയാണെന്ന്. അത് നിശബ്ദമായി വേരുകൾ പടർത്തുന്നു, മഴയെയും കാറ്റിനെയും അതിജീവിക്കുന്നു. സമയം വരുമ്പോൾ അത് തൻ്റെ ഉയരത്തിലൂടെ ലോകത്തിന് മറുപടി നൽകുന്നു. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സംരക്ഷിക്കുക, നിങ്ങളുടെ പദ്ധതികളെ പ്രവർത്തനമാക്കി മാറ്റുക. ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ ഒരു പടി മുന്നോട്ട് പോകുക. കാരണം യഥാർത്ഥ വിജയം കയ്യടികളോടെ ആരംഭിക്കില്ല, അത് തീരുമാനങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന നിശബ്ദമായ പരിശ്രമങ്ങളെ ആരും കാണുന്നില്ലായിരിക്കും. പക്ഷേ ഒരു ദിവസം നിങ്ങൾ നേടിയെടുത്ത ജീവിതം അതിൻ്റെ കഥ ലോകത്തോട് പറയും. അതുവരെ ശാന്തമായി പഠിക്കൂ, സ്ഥിരതയോടെ പ്രവർത്തിക്കൂ, വിജയത്തെ പിന്തുടരൂ. മൗനം എപ്പോഴും ഒരു ബലഹീനതയല്ല, അത് നിങ്ങളുടെ തയ്യാറെടുപ്പാണ്. ഇത് കേൾക്കുന്ന പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്നവരായിരിക്കും, അല്ലെ ഒരു വിജയത്തിനു വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ ആരും പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ വീണ്ടും പരിശ്രമിക്കൂ, അതിൻ്റെ ലക്ഷ്യസ്ഥാനം നേടുന്നത് വരെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കൂ.